പോളിനോമിയൽ എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് P(1) കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വെരി സിമ്പിൾ ആണ്. ഞാൻ ഇതിന് നേരെ തന്നെ P(1) കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് P(1) കാണുക. എക്സിന്റെ എല്ലാ പൊസിഷനിലും 1 കൊണ്ടുപോയി കൊടുക്കുക. എക്സ് കാണുന്ന എല്ലാ പൊസിഷനിലും 1 കൊണ്ടുപോയി കൊടുക്കുക. P(1) ഈസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞ എക്സ് സ്ക്വയർ എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അടുത്ത് 3 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ, 3x എന്നാണ്. സോ അതിന് പകരം എന്ത് എഴുതാം? 3 × 1 3 എന്ന് എഴുതാം. ക്ലിയർ ആണോ? മൈനസ് കെ. ഇതുവരെ മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. 4 - k എന്നായിരിക്കും എ ക്വസ്റ്റ്യന്റെ ആൻസർ. 4 - k. ഇതിന്റെ പകരം വേറെ എന്തേലും എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ. 4 - k എന്ന ആൻസർ ഇപ്പൊ കിട്ടിയവരെന്ന് കൈവക്കുക. ഇപ്പൊ കിട്ടിയവര് 4 - k. ഈ രണ്ടാമത്തത് നിങ്ങളെ നോട്ടിൽ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തതാണ്. x-1 ഫാക്ടർ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? P(1) ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് P(1). ഇതാണ് P(1). ഈ P(1) 0 ആണ് എന്നാണ് അർത്ഥം. x-1 ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്നറിയോ? x-1 ഫാക്ടർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ മുകളിൽ എന്ത് എഴുതി വെക്കുക? P(1) 0 എന്ന് എഴുതി വെക്കുക. എന്ന് പറഞ്ഞാൽ ഈ P(1) ചെയ്താലേ P(1) ചെയ്താൽ ഇതാണ് P(1). ഇതല്ലേ P(1). ഈ P(1) ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. സോ ഇതിൽ നിന്ന് k കണ്ടുപിടിക്കൽ വെരി ഈസിയാണ്. 4 ഇവിടെ നിർത്തി, ഈ -k അപ്പുറത്ത് പോയി, k = 4. ഇത്ര ഈസി ആയിട്ടുള്ള സാധനമാണ് 4 മാർക്കിന് ചോദിച്ചത്. സോ k എന്നുള്ളത് 4 കിട്ടി. അടുത്തത് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അതേപോലെ എഴുതാനാണ് പറഞ്ഞത്. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. P(x) = x² + 3x - k. -k എന്നുള്ളിടത്ത് -4 എന്ന് കൊടുക്കണം. ഇത് ചെയ്യുക എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടോ? ഇതെങ്ങനെ ചെയ്യുക എന്ന് ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആഡ് ചെയ്താൽ -3 കിട്ടണം, മൾട്ടിപ്പിൾ ചെയ്താൽ -4 കിട്ടണം. അങ്ങനത്തെ 2 നമ്പേഴ്സ് ഏതാണെന്ന് അറിയെങ്കിൽ കുഴപ്പമില്ല. അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. x = -p ± √b² - 4ac/2a. ഈ ഇക്വേഷന്റെ പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ പേരെന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ a എന്ന് പറയുന്നത് x² ഒപ്പമുള്ള ആളാണ്. a എന്ന് പറഞ്ഞാൽ x² ഒപ്പമുള്ള ആള്. a എന്ന് പറഞ്ഞാൽ 1. b എന്ന് പറഞ്ഞാൽ x ഒപ്പമുള്ള ആള്, ദാറ്റ് ഈസ് 3. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. സോ ഇത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വെരി ഈസിയാണ്. b² -3 എന്ന് അതുപോലെ വരും. ± b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മൈനസ് 4ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 × a × c എന്ന് പറഞ്ഞാൽ -4 അല്ലേ? c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 അല്ലേ? ഒരു കാരണവശാലും അവിടെ -4 ഇടരുത്, അവിടെ +4 ഇടുക. എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ആക്കുക. ഇത് എന്തുകൊണ്ടാണ് അവിടെ പ്ലസ് ആയത്? ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ സി മൈനസ് ആണോ സെൻട്രലിൽ പ്ലസ് ആക്കണം. റൂള് മനസ്സിലായോ? സി മൈനസ് ആയി കഴിഞ്ഞാൽ സെൻട്രലിൽ പ്ലസ് ആക്കണം. 2a എന്ന് പറഞ്ഞാൽ 2 × a. ഇങ്ങനെയാണ് ആൻസർ വരിക. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും -3 ± 9 + 4 × 4 എന്ന് പറഞ്ഞാൽ 16. 16 + 9 25. 25/2. ഇത് പ്ലസ് വെച്ചിട്ടും ചെയ്യാം, മൈനസ് വെച്ചിട്ടും ചെയ്യാം. പ്ലസ് വെച്ചിട്ടും ചെയ്യാം, മൈനസ് വെച്ചിട്ടും ചെയ്യാം. എങ്ങനെയാണ് ഇവിടെ 5 വന്നത്? ഇവിടെ എങ്ങനെ 5 വന്നത്? √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇത് പ്ലസ് വെച്ചിട്ടും ചെയ്യാം, മൈനസ് വെച്ചിട്ടും ചെയ്യാം. -3 + 5 എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിന്റെ സിമ്പൽ ഇടുക. -3 + 5 എന്ന് പറഞ്ഞാൽ 2. 2/2 എന്ന് പറഞ്ഞാൽ 1. അടുത്ത് x = -3 - 5 എന്ന് പറഞ്ഞാൽ -8. -8/2 എന്ന് പറഞ്ഞാൽ -4. സോ എക്സിന് 2 ആൻസർ കിട്ടി. എക്സ് എന്ന് പറയുന്നത് 1 എന്നും എക്സ് എന്ന് പറയുന്നത് -4 എന്നും കിട്ടി. സോ ഇത് ഇങ്ങനെയാണ് സൊല്യൂഷൻ ആക്കി എഴുതുക. ഈ +1 ഇങ്ങോട്ട് പോയാൽ x - 1,
ഈ -4 ഇങ്ങോട്ട് പോയാൽ x+4. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഏത്? പോളിനോമിയൽ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കൽ നിർബന്ധമാണ്.